നിഷാദ്, എല്ലാ അർത്ഥത്തിലും ഈ യുദ്ധം ഒരു മേഖലാ യുദ്ധം തന്നെയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധമല്ല, അല്ലെങ്കിൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധമല്ല. ഇതാ മേഖലയെ ആകമാനം ഗ്രസിച്ചിരിക്കുന്നു. മേഖലയ്ക്ക് പുറത്ത് യുദ്ധത്തിന് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ഡയറക്റ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ല, പക്ഷേ ഇൻഡയറക്റ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്, ഇൻഡയറക്റ്റ് ബെനിഫിഷ്യറീസ് ഉണ്ട്. ഇൻഡയറക്റ്റായി നോക്കുമ്പോൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന രാജ്യങ്ങളുമുണ്ട്. ഏറ്റവും അധികം നേട്ടമുണ്ടാക്കുന്ന രാജ്യം ഇൻഡയറക്ട്ലി പറഞ്ഞാൽ അത് റഷ്യയാണ്. ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന രാജ്യം ഈ മേഖലയ്ക്ക് പുറത്ത് ചൈനയാണ്, അതിനുശേഷം ഇന്ത്യയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ അവസ്ഥ. റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യക്ക് നേരെ ഉണ്ടായിരുന്ന എണ്ണ ഉപരോധം ഭാഗികമായിട്ടെങ്കിലും അത് ഒഴിവാക്കാൻ ഈ യുദ്ധം സഹായകരമായി. അത് മാത്രമല്ല, റഷ്യ ഡയറക്ട്ലി ഇൻവോൾവ് അല്ല. ആത്യന്തികമായി റഷ്യയുടെയും ചൈനയുടെയും ഒരു താല്പര്യം കൂടി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഈ യുദ്ധത്തിന് വിരാമം ഉണ്ടാകൂ എന്നാണ് മിക്കവരുടെയും കരുതൽ. അല്ലാതെ അമേരിക്കയും ഇറാനും തമ്മിൽ സംസാരിച്ച് സെറ്റപ്പ് ആക്കാം എന്ന് വിചാരിച്ചാൽ ആ ഘട്ടമൊക്കെ കഴിഞ്ഞു പോയി എന്നാണ് പൊതുവെയുള്ള നിഗമനം. ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എണ്ണ സോഴ്സ് ചെയ്യുന്നത് വെനിസുലയിൽ നിന്നും ഇറാനിൽ നിന്നും അതുപോലെയുള്ള പലയിടത്തു നിന്നുമാണ്. റഷ്യയിൽ നിന്നാണ് സിംഗിൾ ലാർജസ്റ്റ് കണ്ടിൻജന്റ് വരുന്നത്. അതുകൊണ്ട് ഇറാനിൽ നിന്നുള്ള എണ്ണ വരവ് ഏത് വിധേനയും പുനഃസ്ഥാപിച്ചെങ്കിലേ പറ്റൂ. അതുകൊണ്ട് ഇറാനോടൊരു ഹോക്കിഷ് നിലപാട് എടുക്കരുത് എന്ന് സ്നേഹപൂർവ്വം ഉപദേശിക്കാൻ ഇന്നത്തെ നിലയിൽ കഴിയുന്നത് ചൈനയ്ക്കാണ്. ഇന്ത്യക്കും ആ രീതിയിൽ ഉപദേശിക്കാൻ കഴിയും. അതുകൊണ്ട് ഗൾഫ് രാജ്യം നമ്മൾ നോക്കുമ്പോൾ ഇറാൻ അമേരിക്ക യുദ്ധം, ഇസ്രായേൽ ഇറാൻ യുദ്ധം, ആ രീതിയിൽ നിന്നും മാറി ഗൾഫ് രാജ്യങ്ങൾ ഡയറക്ട്ലി അതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നു. ഒരുപക്ഷെ ലോങ് ടേം ഇൻസ്റ്റബിലിറ്റി. ഈ ഇൻസ്റ്റബിലിറ്റി മാത്രമല്ല, നിഷാദ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി ഏതെങ്കിലും കാരണവശാൽ ഭാവിയിൽ പേർഷ്യൻ ഗൾഫിലെ GCC രാജ്യങ്ങൾ ഇറാനെ വിശ്വസിക്കുമോ? ഒരു കാരണവശാലും ഭാവിയിലും കരാറൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ വിശ്വാസ്യതയുടെ ലെവൽ വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഓൾട്ടർനേറ്റീവ്സിന് വേണ്ടിയുള്ള ആലോചനകൾ ഗൾഫ് രാജ്യങ്ങൾ GCC മേഖലയിൽ തൽക്കാലം അമേരിക്ക നൽകുന്ന സുരക്ഷിതത്വം തങ്ങൾക്ക് മതിയാകുമെന്ന് പൊതുവെ നിലപാടെടുക്കുമ്പോഴും they will be searching for alternatives. ആ ഓൾട്ടർനേറ്റീവ്സിൽ റഷ്യയും ചൈനയും ഒക്കെ ഉണ്ടാവും. ഈ സുരക്ഷ എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് മാത്രമായി നൽകാനാവുന്ന ഒന്നല്ല എന്ന് വീണ്ടും വീണ്ടും തെളിഞ്ഞു. ഇറാന്റെ ആക്രമണത്തിൽ നിന്നും ഗൾഫ് മേഖലയെ പൂർണ്ണമായി സംരക്ഷിക്കാൻ അമേരിക്കയുടെ വിഖ്യാതമായ സേനാ വിന്യാസത്തിന് കഴിഞ്ഞില്ല. 19ഓളം താവളങ്ങളാണ് വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കയുടെ താവളങ്ങൾ ഉണ്ട്. ഈ താവളങ്ങളിലേക്ക് ആക്രമണം നടത്തി. അത് മാത്രമല്ല, കൊളാറ്ററൽ ഡാമേജസ് കാര്യമായി ഉണ്ടായി പല രാജ്യങ്ങളിലും. ഇതൊക്കെ ഒഴിവാകും എന്നായിരുന്നു GCC മേഖലയിലെ എല്ലാ രാജ്യങ്ങളും വിചാരിച്ചിരുന്നത്. അമേരിക്കയുടെ സേനാ വിന്യാസം മതിയാകുമായിരുന്നു ഇറാനെ തടയാൻ എന്ന വിശ്വാസം അവിടെ തകർന്നു വീണു. അതുകൊണ്ട് വിശ്വാസ്യത, അമേരിക്കയുടെ വിശ്വാസ്യതയാണ് ഗൾഫ് രാജ്യങ്ങളുടെ മുന്നിൽ തകർന്നു വീണത്. ഉടനെ അവർ പ്രതികരിക്കില്ല. ഭാവിയിൽ അമേരിക്കൻ സേനാ വിന്യാസത്തിന്റെ തോത് കുറച്ചുകൊണ്ടുവരാനും ഓൾട്ടർനേറ്റീവ്, സെർച്ച് ഫോർ ഓൾട്ടർനേറ്റീവ്, ഇതിലേക്കാണ് ഗൾഫ് രാജ്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് അവർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്, ഡയറക്റ്റായി തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. ഈ യുദ്ധത്തിന്റെ അവസാനം കണ്ടാൽ മാത്രമേ അവരുടെ ഇക്കോണമിയെ they can put the economies back on track. ഇവിടെ ശ്രീ PM നാരായണൻ പറഞ്ഞത് എത്രയോ ശരിയാണ്. ഗൾഫിനറിയാം, ഗൾഫ് രാജ്യങ്ങൾ അവർക്കറിയാം ഹൈഡ്രോ കാർബണിന്റെ കാര്യം കുറച്ച് വർഷം കഴിഞ്ഞാൽ, ഏതാനും പതിറ്റാണ്ടുകൾ കഴിഞ്ഞാൽ ഹൈഡ്രോ കാർബൺ യുഗത്തിൽ നിന്നും ലോകം മറ്റൊരു ഊർജ റെജിമിലേക്ക് മാറും. അപ്പോഴും ഗൾഫിന് നിലനിൽക്കണമെങ്കിൽ ഒന്ന് അവർക്ക് ആ നാടിന് പുറത്തുള്ള ഇൻവെസ്റ്റ്മെന്റ്, അതിൽ നിന്ന് ലഭിക്കുന്ന ആദായം, അത് പക്ഷേ പല കാര്യങ്ങളും ആയിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കയുമായിട്ട് ഉള്ള കാര്യങ്ങൾ, ഏതെങ്കിലും രാജ്യത്ത് ആസ്തികൾ ഉണ്ടെങ്കിൽ, ഇറാൻ ഇപ്പോൾ പലയിടത്തായിട്ട് ആസ്തികളുണ്ടല്ലോ, അതെല്ലാം മരവിപ്പിച്ചിരിക്കുകയല്ലേ. അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങൾക്കും പലയിടത്തായുള്ള ആസ്തികൾ ഒരുപക്ഷെ മരവിപ്പിച്ചേക്കാം. അതുകൊണ്ടാണ് ആഭ്യന്തരമായി എണ്ണയ്ക്ക് ശേഷവും തങ്ങൾക്കൊരു ജീവിതം ഉണ്ടാകണം. അതുകൊണ്ടാണ് ടൂറിസം, ഇൻവെസ്റ്റ്മെന്റ്, മറ്റ് തരം ട്രേഡുകൾ. പ്രധാനപ്പെട്ട ഒരു ചോദ്യം വലിയ ശബ്ദമൊന്നും നമ്മളിപ്പോൾ യുദ്ധത്തിന്റെ കേൾക്കുന്നില്ല, വിലാപങ്ങൾ കേൾക്കുന്നില്ല. പക്ഷെ ഇപ്പോഴും യുദ്ധത്തിന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്ന സംഗതി ആഴത്തിൽ തുടരുകയാണ് എന്ന പ്രശ്നമുണ്ട്. കാരണം ഹോർമുസ് അടഞ്ഞു കിടക്കുകയാണ്. അതുണ്ടാക്കുന്ന വലിയ സാമ്പത്തിക നഷ്ടം, വിൽപ്പനക്കാർക്കും വാങ്ങുന്നവർക്കും ഉണ്ടാക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് ചെറുതല്ല. സോ യുദ്ധം ഇപ്പോൾ നമ്മൾ ശബ്ദമൊന്നും കേൾക്കുന്നില്ലെങ്കിലും അതിൻ്റെ പ്രയാസങ്ങൾ നമ്മെ ഗ്രസിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ മൊമെന്റിൽ എന്നാണ് യാഥാർത്ഥ്യം.